വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശിവാനി സച്ചമ്മ. അത് നമ്മളൊരു നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിട്ടാണ്. നമ്മൾ സാധാരണ കണ്ണൂര് നമ്മൾ ഉണ്ടാക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഞാനൊന്ന് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ട് ഇന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വേണം. അപ്പോൾ അധികം വെളിച്ചെണ്ണ ഒന്നും വേണ്ട. ഇപ്പം എല്ലാവർക്കും അധികം വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളിതാ ഉള്ളി, കാരണം അധികം ഉള്ളി വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഉള്ളി അധികം ഇട്ട് കഴിഞ്ഞാൽ ഒരു മതിർപ്പ് വരും ചിക്കണിന്. അപ്പോൾ കുറച്ചുള്ളി എടുത്ത് അതൊന്ന് വഴറ്റി, പിന്നെ നമ്മൾ വഴറ്റാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ, അതൊന്ന് വഴറ്റി സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ടിട്ടാണ് വഴറ്റുക. പിന്നെ അങ്ങനെയും വഴറ്റാം. ഉള്ളി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൻ്റെ വെള്ളമില്ലേ അതെല്ലാം ഒന്ന് വറ്റിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാലും നല്ലത്. പിന്നെ സാധാരണ അങ്ങനെയാണ് ആക്കുക. പക്ഷെ ഇന്ന് ഞാൻ എന്താ വെച്ചാൽ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇട്ടു. അപ്പോൾ അതിൻ്റെ രുചി നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇതിൽ ഒരു 3 ഉള്ളി എടുത്തു, അത് ഇതായി വന്നു. അപ്പോൾ ഒരു 2 തക്കാളി ഇടുക. അപ്പോൾ തക്കാളി ഇട്ട്, അപ്പോൾ ഞാൻ ഉപ്പിട്ടിനില്ല. എന്താണെന്ന് വെച്ചാൽ ചിലവർ പിന്നെ ഈ ഉള്ളി ഇടുമ്പോൾ തന്നെ ഉപ്പിടും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേഗം ഇതായി വരാൻ. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും വഴറ്റി കഴിഞ്ഞിട്ട് മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ. എന്നാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഉണ്ടാവുക. അല്ലാതെ കണ്ട് ആദ്യം ഉള്ളീൻ്റെ കൂടെ തന്നെ വെളിച്ചെണ്ണയും ഉപ്പൊന്നും ഇട്ടാൽ അതിനൊരു രുചി ഉണ്ടാവില്ല. രുചി വേറെ തന്നെ മാറ്റാണ്. ഇത് ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് വഴറ്റുമ്പോൾ അധികം നല്ല ഇതിൽ ഗ്യാസ് ഇതാകുമ്പോൾ ഒരു മീഡിയത്തിൽ വെച്ച് വഴറ്റി എടുക്കണം. അല്ലാണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുമ്പം ഈ ഉള്ളിയും തക്കാളിയും എല്ലാം പെട്ടെന്ന് വഴഞ്ഞു വരും. മീഡിയത്തിൽ വെക്കുമ്പോൾ അത് ചെറുങ്ങനെ വഴഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആവും. അത് പേസ്റ്റ് പോലെ ആയതിനു ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസുകളും ഇടേണ്ടത്. ഇതിൽ ഇപ്പം ഞാൻ ഇനി ഇടാൻ പോകുന്നത് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് കാശ്മീർ പൊടി. അതാണ് നല്ല കളർ വരും കാശ്മീർ ഉണ്ടാകുമ്പോൾ. കുറച്ച് കാശ്മീർ പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണമെന്നെങ്കിൽ നോക്കി അതിൽ ചേർക്കാം. പിന്നെ ഈ നമ്മൾ ഈ പെരിഞ്ചീരകം പൊടിച്ചു വെച്ചതാണ്, അത് കുറച്ച് അതിടുക. പിന്നെ കുറച്ച് പിന്നെ ഗരം മസാലപ്പൊടി എല്ലാം കുറച്ച് പിന്നീട് നമ്മൾ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടുക. കുറച്ച് ചിക്കൻ മസാലപ്പൊടി. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ചിലവർ ഈ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആദ്യം ഇടും. പക്ഷെ ഞാനിതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇത് എല്ലാം തക്കാളി ഉള്ളി എല്ലാം നല്ല വന്നതിന് ശേഷമാണ് ഇടുക. അന്നേരം ഞാൻ പച്ചമുളക് ഇടുന്നുള്ളൂ. എന്നിട്ട് എല്ലാം ഒന്നും കൂടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിന്, എന്നാലും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച്, പിന്നെ നല്ല ഇങ്ങനെ ചെറുങ്ങനെ കത്തിച്ച് അതിങ്ങനെ വഴറ്റി എടുക്കുക. കുറച്ച് നമ്മൾ ഇതിൽ നിന്ന് തക്കാളി ഉള്ളി ഈ പച്ചമുളകെല്ലാം എടുത്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതായത് ഇതൊന്ന് അരച്ചിട്ട് നമ്മൾ തേങ്ങയിൽ അരക്കുമല്ലേ ആക്കിയിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചു. ഇനി അടുത്ത ചിക്കൻ ഇടുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കുറച്ച് നമ്മൾ തിളച്ച വെള്ളം, പച്ചവെള്ളം ഇട്ടത്, കുറച്ച് തിളച്ച വെള്ളം, ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ച് നമ്മളത് പിന്നെ അവിടെ അടച്ചു വെക്കുക. ഈ അടച്ചു വെച്ച് ഇത് വേവുമ്പോഴത്തേക്ക് അതിലിടെ ഞാൻ ആദ്യം കറിവേപ്പില ഇട്ടിട്ടില്ല. ഞാൻ ഇത് ചിക്കൻ ഇട്ടിട്ടാണ് കറിവേപ്പില ഇടുന്നത്. എന്നറിയില്ലേ നല്ലൊരു ഇത് കിട്ടും നമുക്ക് ആ കറിക്ക്. എന്നിട്ട് അപ്പോഴത്തേക്ക് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അരപ്പ് തയ്യാറാണ്. വെന്ത് വന്നു. അപ്പോൾ നമ്മളത് അരപ്പ് റെഡിയായി. നമ്മളിതാ കുറച്ച് അരപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നു. ഒന്ന് ഇളക്കി സാധാരണ നമ്മളെല്ലാം ഉപ്പും അതിൻ്റെ മസാലകളെല്ലാം ഒന്ന് ഉണ്ടോ നോക്കുക.
ഞാൻ നിങ്ങളോട് ആദ്യം ഒന്ന് പറയാം, ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കൂല. പക്ഷെ ഞാൻ എല്ലാം പിന്നെ കറക്റ്റ് ഇതായിട്ട് ചിക്കൻ കറി ഞാൻ കഴിക്കൂല. ഇത് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഉപ്പും ഇതെല്ലാം ഞാൻ നോക്കലില്ല. ഞാൻ കറക്റ്റ് ഇടും. അപ്പോൾ ഇനി കഴിക്കുന്നവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇടും. അതിൻ്റെ ആവശ്യമൊന്നും ഇതുവരെ ഉണ്ടായി. നമ്മുടെ ചിക്കൻ കറി ഇതാ ആയി വരുന്ന എല്ലാം പതച്ച് നല്ല കഷ്ണമെല്ലാം വെന്ത്. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയതില്ലേ അതൊന്ന് ഇതിലിടുക. എന്നിട്ട് നമ്മളെ കുറച്ചും കൂടി നമ്മളെ കറിവേപ്പില, അതൊരു നല്ലൊരു മണത്തിന് വേണ്ടിയാണ്. കറിവേപ്പിലയും മല്ലിയില അതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് ഇതായി ഇട്ട് നമ്മൾ അത് മല്ലിയിലയും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ഇളക്കണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അത് പിന്നെ ഒന്ന് മൂടി വെച്ച് ചിക്കൻ കറി തയ്യാറായി. ഞാനപ്പോൾ നിങ്ങൾക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്താം. നമ്മളിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചു. അതിൽ കുറച്ച് നെയ്യ്, നമ്മളെ പശു നെയ്യ് ഒഴിച്ച് പിന്നെ എന്നിട്ട് നമ്മൾ കുറച്ച് ഇത് അണ്ടിപ്പരിപ്പ് ഇട്ട് അതൊന്ന് ആദ്യം വറുത്തെടുത്ത് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത് എന്നിട്ട് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു. ഇനി അടുത്തത് പിന്നെ ഉണക്കമുന്തിരിങ്ങ. അതിൻ്റെ കൂടെ തന്നെ പിന്നെ കുറച്ച് ഞാൻ ഈ കറാമ്പ് ഇടുന്നുണ്ട്, ഏലക്കായി, പട്ട, ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഈ മുന്തിരിങ്ങിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്. വറുക്കാൻ ഞാൻ വറുത്തിട്ടാണ് വെള്ളം ഒഴിക്കും. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കൽ, വറുത്തിട്ട്. പിന്നെ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. 2 ഗ്ലാസ് വെള്ളം അതിപ്പോൾ ഇത് വറുത്ത് നെയ്യിലൊന്ന് നന്നായിട്ട് ഇത് വറക്കുമ്പോൾ കുറച്ച് ഒരു ഏലക്കായി, പിന്നെ കറാമ്പ്, പട്ട എല്ലാം ഇതിൻ്റെ അരിൻ്റെ കൂടി ഇടും. പിന്നെ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മളരി വറക്കുന്നു. അതിൽ 2-3 ഏലക്കായി, പട്ട, കറാമ്പ്, ഇതെല്ലാം എല്ലാം കൂടി നമ്മളൊന്നിട്ട് നന്നായിട്ട് വറക്കുക നെയ്യിൽ. കാരണം വറുത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നത് പറയുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു 4 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് നമ്മളൊരു 8.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ്. എന്നിട്ട് നമ്മൾ അതിൽ പിന്നെ വെച്ചതാ അപ്പോൾ അത് നമ്മൾ ഒന്ന് നോക്കുക ഉപ്പ് ഉണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ തോതിനനുസരിച്ച് കുറച്ചും കൂടി ഉപ്പിടുക. എന്നിട്ട് നല്ല ഇളക്കി ഇനി നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ പിന്നെ ഒന്ന് കുറച്ച് കത്തിക്കുക. എന്നിട്ട് പിന്നെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇതാവുക. തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറിയ തീയിലിടുക. എന്നിട്ട് നമുക്കത് പിന്നീട് തുറന്ന് നോക്കാം വെന്തോന്നുള്ളത്. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് റെഡിയായി. അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം നമ്മൾ ഇങ്ങനെ ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി വറപ്പിച്ച് നമ്മൾ ഈ ഉള്ളി വറക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് വറക്കുക. അന്നേരം നല്ല ഇതായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.